ണ്ടോ എന്നൊക്കെ വിശാലമായ ഒരു വിഷയം തന്നെ ഈ വിഷയത്തിൽ ഉത്ഭൂതമാവുകയുണ്ടായി. എന്താണ് ആ വിഷയത്തിന്റെ പേര്? ഉലൂമുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രം. ഒരു ശാസ്ത്രശാഖ തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ഹദീസുകൾ മനസ്സിലാക്കപ്പെടേണ്ട അടിസ്ഥാനപരമായ നിയമങ്ങൾ അതിലൂടെ ആവിഷ്കരിക്കപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകാര്യമായ ഹദീസുകൾക്ക് സ്വഹീഹായ ഹദീസുകൾ എന്ന പേരിട്ടു. അത് സ്വീകാര്യമാണ്. അതുപോലെ തന്നെ സ്വീകരിക്കാൻ പറ്റാത്ത, തിരസ്കരിക്കപ്പെടുന്ന ഹദീസുകളൊക്കെ ദഈഫുകളുടെ പട്ടികയിലേക്ക് പോയി. ഈ സ്വഹീഹായ ഹദീസുകൾക്ക് ചില പ്രത്യേക ഉപവിഭാഗങ്ങളുണ്ട്, ദഈഫായ ഹദീസുകൾക്ക് ചില ഉപവിഭാഗങ്ങളുണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഇപ്പോൾ സന്ദർഭമല്ല. ചുരുക്കി പറയട്ടെ, ഹദീസുകളിലെ കല്ലും നെല്ലും വേർതിരിക്കാൻ വേണ്ടി പണ്ഡിത ലോകത്ത് വലിയ ശ്രമങ്ങളാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹദീസുകളെക്കുറിച്ച് വ്യക്തമായ നിയമങ്ങളുണ്ട്. ഹദീസുകൾ മനസ്സിലാക്കാൻ, സത്യസന്ധമായ ഹദീസുകളെക്കുറിച്ച് പഠിക്കാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. അതിന് മെനക്കെടുന്ന, അതിന് തയ്യാറാവുന്ന ആളുകൾക്ക് അതിനെമ്പാടും സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആ വിഷയത്തിൽ മാത്രം രചിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളാരും സംശയിക്കണ്ട. ആയിരക്കണക്കിന് കള്ളഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നതിലൊക്കെ അത് കടന്നുകൂടിയിട്ടുണ്ടാവൂലേ? വേണ്ട, സംശയിക്കണ്ട. എല്ലാം കല്ലും നെല്ലും വേർതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പടച്ചതമ്പുരാൻ അവന്റെ ദീനിനെ കാത്തുരക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിലക്ക് ഹദീസുകൾ സ്വീകരിക്കാൻ ഹദീസിന്റെ സനദ് ശരിക്ക് പരിശോധിച്ച് ആ സനദ് കുറ്റമറ്റ സനദാണ്, യാതൊരു കുഴപ്പവുമില്ലാത്ത സനദാണെങ്കിൽ, ആ സനദിൽ പറഞ്ഞ ആളുകൾക്ക് യാതൊരു തകരാറുമില്ലെങ്കിൽ, അത്തരത്തിലുള്ള ഹദീസുകളെല്ലാം വിശ്വാസരംഗത്താണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും സ്വഭാവരംഗത്താണെങ്കിലും നമ്മുടെ ഇടപാടുകളുടെ മേഖലയിലാണെങ്കിലുമൊക്കെ ഹദീസുകൾ സ്വീകരിക്കൽ റസൂലുള്ളാഹിയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നു എന്ന് തെളിഞ്ഞാൽ പിന്നെ ഏത് വിഷയത്തിലുമുള്ള ഹദീസുകൾ സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്ന് പണ്ഡിത ലോകം വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ അഭിപ്രായത്തിൽ നിന്നാണ് ചില കക്ഷികളൊക്കെ പുറത്തുപോയത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പല ഹദീസുകളും പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിന് ചില ആളുകൾ എന്ത് പറഞ്ഞു? ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിന് വേറെ ചില മാനദണ്ഡം കൂടിയുണ്ട് എന്ന് പറഞ്ഞുണ്ടാക്കി. എന്താ മാനദണ്ഡം? അവനവന്റെ ബുദ്ധി, അവനവന്റെ ബുദ്ധിക്കുകൂടി ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നതാണ്. അപ്പൊ അവരുടെ വാദപ്രകാരം എന്താണെന്നറിയോ? അല്ലാഹു മനുഷ്യർക്ക് സത്യവും അസത്യവും വേർതിരിക്കുവാൻ ഗ്രന്ഥങ്ങൾ നൽകിയതിന്റെ പുറമെ അവൻ മനുഷ്യന് നൽകിയ മറ്റൊരു വലിയ അനുഗ്രഹമാണ് വിശേഷ ബുദ്ധി. മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഹദീസുകളിൽ നിന്ന് വ്യാജമായ ഹദീസുകളെ വേർതിരിക്കുവാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടൊന്ന് വായിച്ചു നോക്കണമെന്ന്. ഒരു ഹദീസിന്റെ സനദ് ശരിയായതുകൊണ്ട് മാത്രം കാര്യമല്ല. എന്താ ഇതിന്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പറഞ്ഞു വരുന്നത് അറിയോ? ഹദീസിലെ പ്രധാനപ്പെട്ട വിഷയം, ഹദീസിന് രണ്ട് ഭാഗമുള്ളത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് രണ്ട് ഭാഗം കാണാം ഹദീസുകൾക്ക്. ഒന്ന് സനദ്. സനദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതാരാണ് കേട്ടതെങ്കിൽ ആ കേട്ട സ്വഹാബി മുതൽ പിൽക്കാലത്ത് ആ ഹദീസ് ലഭിക്കപ്പെട്ട മുഴുവൻ ആളുകളുടെയും പേരടങ്ങുന്ന പരമ്പര, ഇതിനാണ് സനദ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം മത്നാണ്. മത്ന് എന്ന് പറഞ്ഞാൽ സനദല്ലാത്ത ഭാഗം, അതാണ് അതിന്റെ കാമ്പ്. അതാണ് അതിന്റെ കാമ്പ്. ഉദാഹരണം പറയട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ പകുതിയാകുന്നു, അല്ലെങ്കിൽ ഒരു ശാഖയാകുന്നു എന്ന് പറയുമ്പോ ഇതിൽ ആ അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ എന്ന വിഷയത്തിനാണ് എന്ത് പറയുന്നത്? മത്ന് എന്ന് പറയുന്നത്. ആ മത്ന് കേട്ട വ്യക്തികളുടെ പരമ്പരക്കാണ് എന്ന് പറയുന്നത് സനദ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഭാഗം ഉണ്ടാകും. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, ഒരു നവീനവാദം ഈ ലോകത്ത് ഉയർത്തിവിട്ട കക്ഷികൾ എന്താ പറയുന്നത്? ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കോ മനുഷ്യന്റെ വ്യക്തമായ ബുദ്ധിക്കോ വിയോജിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല. സഹീഹായ ഹദീസുകളിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല. അവർ സങ്കല്പിച്ചുണ്ടാക്കാണ്. എന്ത്?
ഒരു ഹദീസിന്റെ മുഴുവൻ സനദും ശരിയാണെന്ന് സങ്കല്പിച്ചാലും ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്നാണ്. കാരണം എന്താ? അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വ്യക്തമായ ബുദ്ധിക്കുകൂടി യോജിക്കണം. അതാണ് നവീനവാദം, അതാണ് പുതിയ വാദം. കേൾക്കുമ്പോ തോന്നും തരക്കടില്ലല്ലോ ആ പറയേണ്ടത്, നല്ലതെന്നല്ലേ, ഇസ്ലാം ബുദ്ധിയുടെ മതല്ലേ, അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയുടെ യോജിക്കുന്ന കാര്യങ്ങൾക്ക് എതിരുണ്ടെങ്കിൽ തള്ളണം എന്നല്ലേ പറയുന്നത്. ആയിക്കോട്ടെ, തള്ളിക്കോ, പക്ഷേ ഹദീസിന്റെ സനദ് ശരിയായി വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് റസൂലുള്ള തന്നെ പറഞ്ഞതാണല്ലേ. ഹദീസിന്റെ സനദിൽ പറഞ്ഞ ആളുകൾക്കൊന്നും തകരാറില്ലെങ്കിൽ ആ ഹദീസ് റസൂലുള്ള പറഞ്ഞതാണ് എന്നല്ലേ അർത്ഥം. എങ്കിൽ പിന്നെ റസൂല് പറഞ്ഞ ഒരു ഹദീസിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നു നോക്കിയിട്ട് അത് സ്വീകരിക്കാൻ പറ്റുമോ തള്ളേണ്ടതാണോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് എന്താ അവകാശമുള്ളത്? മനസ്സിലായോ? അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാ റസൂലുള്ള ഹദീസ് പറയുന്നത്, പടച്ചതമ്പുരാന്റെ നിർദ്ദേശമനുസരിച്ചാ റസൂലുള്ള സംസാരിക്കുന്നത്. ആ സംസാരിച്ച സംസാരത്തെ മനുഷ്യനായ എന്റെ ബുദ്ധിക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ ചില്ലറ ധാർഷ്ട്യമൊന്നും പോരാ. അങ്ങനെയാണ് ഒരു വിഭാഗം പിഴച്ച കക്ഷികൾ ലോകത്തെ ഹദീസുകളെ ഭാഗികമായി തള്ളിയത്. മുഴുവൻ ഹദീസുകളെയും തള്ളാൻ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് ഭാഗികമായി ഹദീസുകളെ തള്ളാൻ പറയുന്നവരും കാരണമായി പറയുന്നത്. എന്താ രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം? മറ്റവര് അവരുണ്ടാക്കിയ നിയമപ്രകാരം സർവ്വ ഹദീസും തള്ളിക്കളഞ്ഞു. ഇക്കൂട്ടരോ അവരുണ്ടാക്കിയ നിയമപ്രകാരം ചില ഹദീസുകൾക്കൊക്കെ അവരുടെ നിയമം ബാധകമാക്കി, ചിലതൊക്കെ സ്വീകരിച്ചു. ഇതാണെന്ന് സംഭവിച്ചത്. ഫലത്തിൽ നമ്മുടെ കഥാപുരുഷനായ അബുൽ അഅ്ലാ മൗദൂദിക്ക് സംഭവിച്ചതും ഈ അബദ്ധമാണ്. അബുൽ അഅ്ലാ മൗദൂദിക്കും സംഭവിച്ചത്. മൂപ്പര് പറഞ്ഞു, ഹദീസിൽ റിവായത്ത് മാത്രം പരിശോധിച്ചാൽ പോരാ. എന്താ റിവായത്ത് എന്ന് പറഞ്ഞാൽ? ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം. സാധാരണ കൈകാര്യം ചെയ്യപ്പെടാത്തൊരു മേഖലയായതുകൊണ്ട് ഒരൽപ്പം ലളിതമായി പറയാം. റിവായത്ത് എന്ന് പറഞ്ഞാൽ ഈ സനദന്നെ ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്തു, റിപ്പോർട്ടർമാരെ കുറിച്ചുള്ള പഠനം മാത്രം നടത്തിയാൽ പോരാ, പിന്നെയോ ദിറായത്ത് കൂടി പരിഗണിക്കണം. എന്താ ദിറായത്ത് എന്ന് പറഞ്ഞാൽ? ദിറായത്ത് എന്ന് പറഞ്ഞാൽ ആ ഹദീസിൽ പറയുന്ന വിഷയങ്ങൾ മനുഷ്യന്റെ വ്യക്തമായ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ അല്ലേ എന്നുകൂടി പരിശോധിച്ചിട്ട് അതിലെ കല്ലും നെല്ലും വേർതിരിക്കണം. അപ്പൊ എന്തായി? ഹദീസത്തെ നബി പറഞ്ഞതിനേന് സഹാബിയിലും താബി കേട്ടു, അവിടുന്ന് ഇന്നാള് കേട്ടു, അവിടുന്ന് ഇന്നാള് കേട്ടു, ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഹദീസിൽ പറഞ്ഞ വിഷയം നമുക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദജ്ജാല് ഒറ്റ കണ്ണനാണ്, അവൻ വരും, അവന്റെ നെറ്റിത്തടത്തിൽ കഫറ എന്ന് വായിക്കാൻ കഴിയും എന്നൊരു ഹദീസുണ്ട്. ഉദാഹരണം പറയട്ടെ. ഒരു ഹദീസിന് സനദിന് യാതൊരു തകരാറില്ല, ബുഖാരിയിലുണ്ട്, സ്ഥിരപ്പെട്ട ഹദീസാണ്. പക്ഷേ മൗദൂദ് സാഹിബ് അടക്കമുള്ള ചില ബുദ്ധിജീവികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സഹീഹുൽ ബുഖാരിയിലുള്ള ധാരാളം ഹദീസുകളെ മൗദൂദ് സാഹിബ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആനിൽ പല ആയത്തുകളുടെയും വിശദീകരണങ്ങളിൽ സഹീഹുൽ ബുഖാരിയിലെ തന്നെ ഹദീസുകളെ അദ്ദേഹം അത് യോജിക്കുകയില്ല, അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ നോക്കൂ, ധാരാളം കാര്യങ്ങളിൽ പല നേതാക്കന്മാർക്കും പറ്റിയ ഇതേ അബദ്ധം തന്നെ മൗദൂദ് സാഹിബിനും സംഭവിച്ചിരിക്കുകയാണ്. ബുദ്ധിക്ക് യോജിക്കുന്നില്ല. എന്താ കൂട്ടരെ, ഈ ബുദ്ധി മാനദണ്ഡമാക്കിയാ പിന്നെ ആർക്കാ അവിടെ ഹദീസ് സ്വീകരിക്കാൻ നേരണ്ടാവുക? ഞാനൊരു ഹദീസ് വായിക്കുമ്പോ എനിക്കത് ബുദ്ധിക്ക് കൊള്ളുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുമ്പോ നിങ്ങൾക്ക് അതും കൊള്ളാൻ കഴിയുന്നില്ല. വേറൊരുത്തം വന്ന് വായിച്ചു നോക്കുമ്പോ അതിനേക്കാളൊരു സൂപ്പർ ബുദ്ധിജീവി ഒന്ന് വായിച്ചു നോക്കുമ്പോ അയ്യേ ഇത് ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റൂല. അത് കഴിഞ്ഞ് അടുത്ത നൂറ്റാണ്ടിൽ വേറൊരു ബുദ്ധിജീവിക്ക് അയാൾക്കത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഓരോരുത്തരുടെയും തെളിഞ്ഞ ബുദ്ധി നോക്കിയിട്ട് ഹദീസ് സഹീഹായി വന്നാലും സനദ് ശരിയായി വന്നാലും ബുഖാരിയിലുണ്ടെങ്കിലും മുസ്ലിമിലുണ്ടെങ്കിലും മുസ്ലിം ലോകം ഇന്നേ വരെ അംഗീകരിച്ചു വരുന്നതാണെങ്കിലും ഒക്കെ നമ്മുടെ ബുദ്ധി കൊണ്ടൊന്ന് പരിശോധിക്കണം എന്നിടത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇവര് പറയുന്നത് കേട്ടാൽ തോന്നും ഇമാം ബുഖാരിക്കൊന്നും ബുദ്ധി ഉണ്ടായിട്ടില്ല. കാരണം ബുഖാരി ഇമാം വെറും സനദേ നോക്കിയിട്ടുള്ളൂ. ഹദീസിൽ പറയുന്ന വിഷയത്തിൽ ബുദ്ധി ഉപയോഗപ്പെടുത്താൻ മാത്രം ബുദ്ധിവികാസം ബുഖാരി ഇമാമിന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ മൗദൂദ് സാഹിബ് അടക്കമുള്ള ഇത്തരത്തിലുള്ള ഹദീസിനെതിരെ ഭാഗികമായി വാളോങ്ങിയ ആളുകൾ
എതിർക്കുന്ന ഹദീസുകൾ ആരുദ്ധരിച്ചത്? ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചത്. അവ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇമാം ബുഖാരിക്ക് അവിടെ ബുദ്ധി ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം അത് രേഖപ്പെടുത്തേണ്ടി വന്നത്. സങ്കടകരമാണ് പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ആളുകൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ ഒരു ഭാഗികമായി ഹദീസുകളെ നിഷേധിക്കുന്ന ഒരു പ്രവണത, അതിലേക്കാണ് അബുൽ അലാ മൗദൂദി സാഹിബ് അടക്കമുള്ള ആളുകൾ ചെന്നെത്തിയത്. അദ്ദേഹം അത് വ്യക്തമായി രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തിയ മൗദൂദി സാഹിബിന്റെ പുസ്തകത്തിന് മൗദൂദി സാഹിബ് ചെറിയ ലഘുലേഖയിലൂടെ അദ്ദേഹത്തിന്റെ പല കൃതികളിലൂടെയും ഈ ഹദീസിനോടുള്ള ഭാഗികമായ നിഷേധ സമീപനം അബുൽ അലാ മൗദൂദി സാഹിബ് വ്യക്തമായി പ്രതിപാദിക്കുകയുണ്ടായി. അത് പ്രതിപാദിച്ചപ്പോൾ മുസ്ലിം ലോകത്തേറെ അത് കോളിളക്കം സൃഷ്ടിച്ചു. പലരും അതിന് ശക്തമായി രംഗത്ത് വന്നു. ജമായത്തുകാർ ഇപ്പോഴും പറയാറുണ്ട്, അബുൽ അലാ മൗദൂദിയെ സലഫികൾക്ക് തിരിയുമോ? ആരാ അബുൽ അലാ മൗദൂദി? ലോകത്തൊട്ടാകെയുള്ള നേതാക്കന്മാർ ആദരിക്കുന്ന വ്യക്തിത്വമാണ്. അബുൽ അലാ മൗദൂദിയുടെ തനിനിറം ലോക പണ്ഡിതന്മാര് മനസ്സിലാക്കാൻ ഏറെ വൈകിപ്പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കിയവരൊക്കെ അപ്പോഴേക്കപ്പോഴേ പ്രതികരിച്ചു വിട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജനിച്ച അബുൽ അലാ മൗദൂദിയുടെ ആദർശങ്ങളെ ഏറ്റവും കൂടുതൽ കശക്കിയെറിഞ്ഞത് ഇന്ത്യയിലുള്ള പണ്ഡിതന്മാരാണ്. അത് അറബി ഭാഷയിൽ ഏറെ വെളിച്ചം കണ്ടിട്ടില്ല ആ പുസ്തകങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യമാണത്. അബുൽ അലാ മൗദൂദിയുടെ ആശയങ്ങളെ വളരെ വ്യക്തമായി ഖണ്ഡിച്ച ഉറുദു പണ്ഡിതന്മാരുണ്ട് ലോകത്ത് ജീവിച്ചു പോയവർ. ഉറുദു ഗ്രന്ഥശേഖരങ്ങളിൽ നമുക്കത്തരത്തിലുള്ള ധാരാളം റദ്ദുകൾ, മൗദൂദി സാഹിബിയുടെ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾക്കെതിരെയുള്ള ഖണ്ഡനങ്ങൾ കാണാൻ സാധിക്കും. അറബി ഭാഷയിലേക്ക് എന്തുകൊണ്ടോ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അതേറെ വിവർത്തനം ചെയ്യപ്പെട്ടു പോയില്ല. എന്നാൽ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പല കൃതികളുമുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഇതായി കാണുന്ന പുസ്തകം. നിങ്ങൾ കാണുമെന്ന് ഈ പുസ്തകം മൗഖിഫുൽ ജമാഅത്തിൽ ഇസ്ലാമിയ മിനൽ ഹദീസിൻ നബവി. നാം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയത്തിന്റെ പോൽബലകമായ വിഷയമാണത്. മൗഖിഫുൽ ജമാഅത്തിൽ ഇസ്ലാമിയ, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മിനൽ ഹദീസിൻ നബവി, റസൂലുള്ളാഹിയുടെ ഹദീസുകളോട്. ഈ വിഷയം എഴുതിയത് ഇന്ത്യ രാജ്യത്ത് നിന്ന് മുഹമ്മദ് ഇസ്മായിൽ സലഫി എന്ന് പറയുന്ന ഒരു ഉറുദു പണ്ഡിതനാണ്. ആ ഉറുദു പണ്ഡിതൻ മൗദൂദി സാഹിബിന്റെ മസ്ലക്കുൽ ഇഅ്തിദാൽ എന്ന ഗ്രന്ഥത്തിനും എന്ന പുസ്തകത്തിനും കൊച്ചു പുസ്തകമാണത്. 10-17 പേജുകളിലൂടെ മാത്രമാണ് ആ വിഷയം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ മൗദൂദിയുടെ തന്നെ ശിഷ്യനായിരുന്ന അമീൻ അഹ്സൻ ഇസ്ലാഹി അതിനെ ന്യായീകരിച്ചുകൊണ്ട് എഴുതിയ മറ്റൊരു പുസ്തകവും, ആ പുസ്തകത്തിന്റെ ഖണ്ഡനം റദ്ദായിക്കൊണ്ടാണ്, ആ പുസ്തകത്തിന്റെ മറുപടിയായിക്കൊണ്ടാണ് മുഹമ്മദ് ഇസ്മായിൽ സലഫി ഈ പുസ്തകം എഴുതിയത്.